വാണിജ്യപരമായി മലയാള സിനിമയിൽ ഒരുപാട് വളർന്ന കാലമാണിത്. സ്റ്റാർഡത്തിന്റെ ശ്രദ്ധ നൽകാതെ മികച്ച കണ്ടന്റുകളുള്ള സിനിമകൾ ചെയ്തുകൊണ്ട് മോളിവുഡ് മറ്റ് ഇൻഡസ്ട്രികളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അപ്പോഴും ബോക്സ് ഓഫീസിൽ മികച്ച റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ മലയാള സിനിമയ്ക്ക് സാധിക്കാറുണ്ട്. മലയാള സിനിമയ്ക്ക് 100 കോടി നേട്ടം കിട്ടാക്കനിയായിരുന്ന കാലത്ത് നിന്ന് കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടുന്ന നിലയിലേക്ക് ഇൻഡസ്ട്രി വളർന്നു. കോടി ക്ലബിന്റെ എലൈറ്റ് ലിസ്റ്റിൽ പുതിയൊരു എൻട്രിയായി നിവിൻ പോളി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രം 75 കോടി നേടിയ താരത്തിന്റെ ലിസ്റ്റിലാണ് നിവിൻ ഇടം പിടിച്ചത്. നിവിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായ സർവ്വമായ കേരളത്തിൽ നിന്ന് മാത്രം 75 കോടി സ്വന്തമാക്കി കഴിഞ്ഞു. മൾട്ടി സ്റ്റാർ സിനിമകളിൽ മാറ്റി നിർത്താൻ സോളോ സിനിമകളുടെ പട്ടികയിലാണ് ഇതെന്നും നോക്കുന്നത്. നിവിന് മുമ്പ് ഈ നേട്ടം കൈവരിച്ച ആകെ 3 നടന്മാരാണുള്ളത്. മോഹൻലാൽ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ എന്നിവരാണ് നിവിന് മുമ്പിൽ ഈ പട്ടികയിൽ കയറിപ്പറ്റികയിൽ. ഇതിൽ മോഹൻലാൽ 3 തവണ 75 കോടി നേടിയിട്ടുണ്ട്. മോളിവുഡിന്റെ നാഴികക്കല്ല് പുലിമുരുകൻ 85 കോടിയും കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളൊന്നായ എമ്പുരാൻ 86.25 കോടിയും എന്നിവയാണ് ആദ്യത്തെ 2 സിനിമകൾ. തുടരുന്നതിനിടെ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടുന്ന ആദ്യ നടനായി മലയാളത്തിന്റെ മോഹൻലാൽ മാറുകയും ചെയ്തു. പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനം കൊണ്ട് ആടുജീവിതം കേരള ബോക്സ് ഓഫീസിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ആഗോളതലത്തിൽ 150 കോടിയിലേറെ നേടിയ ആടുജീവിതം കേരളത്തിൽ നിന്ന് മാത്രം 79 കോടിയിലേറെ സ്വന്തമാക്കി. ആവേശത്തിലുള്ള ഫഹദും കേരള ബോക്സ് ഓഫീസിൽ അത്ഭുതം സൃഷ്ടിച്ചു. 76 കോടിയാണ് ഈ ചിത്രം നേടിയത്. ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാത്ത സൂപ്പർ താരങ്ങൾ മമ്മൂട്ടിയും ദുൽഖർ സൽമാനുമാണ്. ക്യൂബ് സെൻറേറ്ററിന്റെ സിനിമയിലൂടെ മമ്മൂട്ടി ബോക്സ് ഓഫീസിൽ പഞ്ഞിക്കിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ദുൽഖറും ഈ വർഷം തന്നെ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുമെന്ന് ആരാധകർ അവകാശപ്പെടുന്നു. നഹാസ് ഹിദായത്ത് ഒരുക്കുന്ന ഐ ആം ഗെയിമാണ് ഓണത്തിന് തിയേറ്ററിലെത്തും. ഷൂട്ട് പൂർത്തിയാക്കാത്ത ചിത്രം ഇപ്പോൾ തന്നെ തിയേറ്റർ ചാർട്ട് ആരംഭിച്ചു കഴിഞ്ഞു. കിങ് ഓഫ് കൊത്തയുടെ പരാജയം ഐ ആം ഗെയിമിലൂടെ ദുൽഖർ തീർക്കുമെന്നാണ് ബോക്സ് ഓഫീസ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ.